ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതിൽ എൻ്റെ ഒരു ഫുൾ ഡേ എന്ന് പറയാൻ പറ്റൂല, ഒരുപാട് ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ്. ഞാൻ കുറേ നാളെയിലെ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാത്ത. മുഹമ്മദ് സൗണ്ട് ആക്കല്ലോ പ്ലീസ്. എന്നോട് ചോദിക്കുന്നുണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ വീഡിയോസ് ഒന്നും ഇല്ലാത്ത. വേറൊന്നുമല്ല കേട്ടോ, ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്തില്ലേ, അതിൻ്റെ പിറ്റേ ദിവസം ഇക്ക UK പോയി. അത് കഴിഞ്ഞ് ഇക്ക വരുന്ന തലേ ദിവസം എൻ്റെ ബ്രദർ നാട്ടിലേക്ക് വന്ന് എന്താ പറയുക, അത് കഴിഞ്ഞ് ഒരാഴ്ച ഓൻ്റെ കൂടെ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടിയിട്ട് പുറത്ത് തന്നെയാണ്, വീട്ടിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ തോന്നാം. അപ്പോൾ വീട്ടിലുണ്ടായിട്ടില്ല, അതുകൊണ്ട് പിന്നെ എന്താ പറയുക, വീട്ടിലുണ്ടായിട്ടില്ല അതുകൊണ്ട് പിന്നെ വീഡിയോസൊന്നും ഇല്ലാത്തതാണ്. പിന്നെ ഇന്ന് ഓന് പോയി അങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ച ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ആക്കാണ്. പിന്നെ ഒരുപാട് വിശേഷങ്ങൾ ഇതിൽ ഞാൻ ഷെയർ ആക്കുന്നുണ്ട്, UK വിശേഷങ്ങൾ ഷെയർ ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ബ്രദർ വന്ന് നമ്മൾ ഒരുപാട് സ്ഥലത്തെല്ലാം പോയിട്ടുണ്ടായിന്. നമ്മൾ എന്താ പറയുക, അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഷെയർ ആക്കുന്നുണ്ട്. പിന്നെ പോവാന്ന തലേന്ന് നമ്മളെല്ലാവരും വീട്ടിൽ ഒത്തുകൂടിയിട്ടുണ്ടായിന്. അപ്പം നേരം ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിന്. ആ വിശേഷങ്ങൾ ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടു വെക്കാം. പിന്നെ എൻ്റെ മോൻ്റെ ഓൺലൈൻ മീറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിന്, അതും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെയല്ലേ അലൈനറിൻ്റെ കാര്യം, എന്താ പറയുക, അലൈനറിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിന്. ഓൾറെഡി ഒരുപാട് പേര് അലൈനറിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനായിട്ട് ഇന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്ടെന്നതാണ്. ഞാനും വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് കേട്ടോ, എന്താ പറയുക, ഞാനും വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് അലൈനർ ചെയ്തത്. നമ്മളെ നാട്ടിൽ കണ്ണൂരിൽ തന്നെയാണ് അലൈനർ ചെയ്ത്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, ഒരുപാട് പേര് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ട്. അപ്പം ഞാനായിട്ട് കൂടുതലൊന്നും പറയുന്നില്ല. അപ്പം എനിക്ക് 8 മാസത്തേക്കാണ് ഉള്ളത്. ഞാൻ പ്രീമിയം ഒന്ന് ചൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 84,000 എങ്ങാനുമാണ്. പ്രീമിയം ആകുമ്പം എക്സ്ട്രാ 25,000 കൊടുക്കണം. കാര്യം നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പം അതുപോലെ തന്നെയാണ്. പക്ഷേ ഞാനിപ്പം 20 ദിവസം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിന്. അപ്പം ഞാൻ കണ്ണൂരിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇനിയിപ്പോൾ ഇതെനിക്ക് 8 മാസം യൂസ് ചെയ്യണം. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞുതരും. നിങ്ങൾ പോയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലിപ്പിനെക്കാട്ടി നല്ലതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യം മറ്റേതാകുമ്പോൾ ഫുഡ് കഴിക്കാനെല്ലാം നല്ല ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഊരി വെക്കണം, അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ദിവസം കഴിയുന്നോറും നമുക്കത് ശീലമായിട്ട് മാറും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിന്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോസ്. പലർക്കും പല പ്രൈസ് ആയിരിക്കും, ചിലർക്ക് കുറയും ചിലർക്ക് കൂടും അങ്ങനെ. പിന്നെ പ്രീമിയം ചൂസ് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം അങ്ങനെ. ഞാൻ പിന്നെ ഒരുപാട് നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ക്ലിപ്പ് ചെയ്തതല്ലേ, അതുകൊണ്ട് അവർ പറഞ്ഞു പ്രീമിയം തന്നെ ചൂസ് ചെയ്തോ, അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ എന്തായാലും വീഡിയോ മൊത്തത്തിൽ കാണാം, ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ ഇനി അങ്ങോട്ട് ഒരു മാസം കൂടി എനിക്ക് കുറച്ച് തിരക്കുള്ള, എന്താ പറയുക, ഈ ഒരു മാസം കൂടിയൊക്കെ കുറച്ച് തിരക്കുള്ള സമയമാണ്. ഇൻഷാ അല്ലാ അടുത്ത മാസം മുതൽ അങ്ങോട്ട് നല്ല വൃത്തിക്ക് വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കാം. ഇതിപ്പില്ലേ, ബ്രദർ പോകുന്ന തലേ ദിവസം ഇവിടെ എല്ലാവരും കൂടിയിട്ടുണ്ടായിനി. അപ്പം ഇവിടുന്ന് ഫുഡെല്ലാം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും ഉമ്മയും മക്കളും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉള്ള ദിവസമാണ് ഞാൻ വിചാരിച്ചു വെറുതെ എന്താ പറയുക, ഒരു പാർട്ടി ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് വിചാരിച്ചു വെറുതെ ഒരു വീഡിയോ കളയണ്ട. കാര്യം അതിൻ്റെ മുമ്പത്തെ അതിൻ്റെ മുമ്പത്തെ ദിവസമില്ലേ നമ്മൾ പാനിപ്പൂരിയെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരുമിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിനി. ആ വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ ഒരു വീഡിയോ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്തതാണ്. കാര്യം ഞാനിതിൽ ബീഫ് കുരുമുളക് ഇട്ട് വരട്ടിയ റെസിപ്പിയെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമല്ലോ, ഒരു പാർട്ടിക്കെല്ലാം എന്തെല്ലാം ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നവർക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. ഞാൻ എന്താ പറയുക, എനിക്ക് അധികം ഉള്ളതാണ്. എന്തൊക്കെ തിരക്കായി കഴിഞ്ഞാൽ വീഡിയോസ് എല്ലാം എടുക്കാൻ ഭയങ്കര മടിയായിരിക്കും. എല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കും. കാര്യം വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് വേറെ തന്നെ എന്താ പറയുക, വീഡിയോയിലേക്ക് തന്നെ ആയിരിക്കൂലേ ശ്രദ്ധ ഉണ്ടാവുക അങ്ങനെ. എന്തായാലും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. ബീഫ് കുരുമുളക് ഇട്ട് വരട്ടിയതും പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കുറുമ കാണിക്കുന്നുണ്ട്. പിന്നെ നൂൽപുട്ട്
പിന്നെ സേമിയ പായസം, കാരമൽ സേമിയ പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഉമ്മ ചിക്കനും ബീഫും എല്ലാം കഴുകി തരുന്നുണ്ടേ. ഞാനതിൻ്റെ ഇടയിലില്ലേ നൂൽപുട്ടിനുള്ള ആ ഒരു മാവ് കുഴച്ചെടുക്കലാണ്. നമ്മളിത് പച്ചവെള്ളത്തിൽ അങ്ങനെ കുഴച്ചെടുക്കലാണ്. അതിനിടയിൽ ഉമ്മ എനിക്ക് വെളുത്തുള്ളിയെല്ലാം കഴുകി വെച്ച് തന്നിട്ടുണ്ടായിനി, അത് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ബിരിയാണിക്കുള്ള ഉള്ളി, എന്താ പറയുക, ബീഫിലുള്ള ഉള്ളി, കാര്യങ്ങൾ എല്ലാം ഞാൻ അങ്ങനെ ഒരുമിച്ച് റെഡിയാക്കി എടുക്കലാണ്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കുക്കിങ് കഴിയും. അപ്പം ഇതാ എല്ലാത്തിലേക്കുള്ള കുക്കറും പാത്രവും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിനി. വെളിച്ചെണ്ണ തീർന്ന് അങ്ങനെ വെളിച്ചെണ്ണയും കാര്യങ്ങളെല്ലാം നിറച്ചെടുക്കലാണ്. ഇതിനിടയിലില്ലേ ഞാൻ പാരൻസിനും കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഷെയർ ആക്കാം. വേറൊന്നുമല്ല, എൻ്റെ മോൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കലുണ്ട്, ഓൺലൈൻ ട്യൂഷൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളെല്ലാം. ഓനും ഞാനും ടീച്ചറും ഉണ്ട്. ഇപ്പം ആഗസ്റ്റ് 1 എല്ലാം ആയില്ലേ, മക്കൾക്കും എന്താ പറയുക, നമുക്ക് പാരൻസിനും മക്കൾക്കെല്ലാം എക്സാമിൻ്റെ ടെൻഷനും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ജോലിയുള്ള പാരൻസ് എല്ലാം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയുക, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. എന്താ പറയുക, എത്ര സമയം ഉണ്ടെങ്കിലും സമയം കിട്ടാത്ത പോലെ ഒരു ഫീൽ ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു കാര്യത്തിൽ എനിക്കിപ്പം കുറച്ച് ടെൻഷൻസും കാര്യങ്ങളെല്ലാം കുറവാണ്. നല്ല റിലാക്സ്ഡ് ആയിട്ട് തോന്നലുണ്ട്. കാര്യം ഞാനിപ്പം 2 വർഷത്തോളമായി ആൽബിഡോ അക്കാദമിക്കിൽ എന്താ പറയുക, ആൽബിഡോയിൽ കുട്ടികൾക്ക് ട്യൂഷൻസ് കൊടുക്കുന്നത്, ക്ലാസ്സസ് കൊടുക്കുന്നത്. CBSE ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടഫായിട്ടുള്ള വിഷയങ്ങളിലെ അവർ ഏറ്റവും ഈസി ആയിട്ട് അതുപോലെ തന്നെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി കൊടുത്തിട്ടാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മുഹമ്മദിലെ അരുവത്ത് വന്നിട്ട് ഇരുന്നതാണ്. എനിക്ക് മാമിനെ ഭയങ്കര ഇഷ്ടമാണ്. ഓനെക്കുറിച്ചിട്ട് എന്താ പറയേണ്ടതെന്ന്, എന്താ പറയുക, പറയുന്നതെന്ന് അറിയാൻ വേണ്ടിക്ക് എൻ്റെ അരുവത്ത് വന്നിട്ട് ഇരുന്നതാണ്. ഓനിക്കിപ്പം നല്ല മാറ്റം എനിക്ക് ഫീൽ ചെയ്യലുണ്ടേ. ഓൻ ആദ്യമൊന്നും തീരെ ആരോടും സംസാരിക്കലില്ല. പ്രത്യേകിച്ച് കുറച്ച് മുതിർന്നവരോടൊന്നും സംസാരിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഇപ്പോൾ കുറേയെല്ലാം മാറ്റം എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. എന്നാലും കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ആ ഒരു കാര്യത്തിൽ വരണമെന്ന് എനിക്ക് തോന്നലുണ്ട്. കുട്ടികൾക്ക് ഇങ്ങനെ ക്ലാസ് കൊടുത്ത് പോവുക എന്നതിന് പുറമേ ഇല്ലേ, കുട്ടികൾക്ക് സമയത്തിന് എന്താ പറയുക, അവരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുക, കറക്റ്റ് അവരുടെ ഡൗട്ടും കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി കൊടുക്കുക, അങ്ങനെയുള്ളൊരു മെൻറ്ററും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ ഒരു പാരൻ്റ് എന്ന നിലയിൽ എനിക്ക് ഭയങ്കര ആശ്വാസമായിട്ടല്ല എന്നുണ്ടെങ്കിൽ സന്തോഷമായിട്ട് എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. ഈ ഒരു കാര്യം അതുമായിട്ട് കുറച്ച് സമയം ടീച്ചർ അങ്ങനെ സംസാരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിനി. അപ്പം അത് കഴിഞ്ഞ് ഓന് പോയിട്ടുണ്ട്. അപ്പം ഞാനും ടീച്ചറും തമ്മിൽ കുറച്ച് കാര്യങ്ങൾ ഓനെക്കുറിച്ചിട്ട് സംസാരിക്കലാണ്. അപ്പം വീഡിയോ ഷെയർ ആക്കാൻ എന്നോട് പറയലുണ്ട്, ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം. എന്നാലും നിങ്ങൾ കണ്ടോക്കട്ടോ. ഇപ്പം നല്ല ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇനിയിപ്പോ എക്സാം ഒക്കെ ആകാനായില്ലേ. പിന്നെ ഓൻ ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ കുറച്ച് മടിയാണ് ഇപ്പം. ഇന്ററാക്ഷൻ കുറവാണ് അല്ലേ സ്കൂളില്. ഓൺലൈൻ ആയിട്ടോ? ഓൺലൈൻ ഓക്കെയാണ്. അപ്പൊ പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ആയിക്കോളും. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊറേ മാറ്റങ്ങളുണ്ട്. എന്നാലും വലിയ ആൾക്കാരോട് സംസാരിക്കാൻ കുറച്ച് മടിയാണ്. അല്ല, സ്കൂളിലെ ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ കുറച്ച് മടിയാണ്, പേടി കൂടുതലാണ്. ഫ്രണ്ട്സിനോട് ഓക്കെയാണ്, പക്ഷെ ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ വേണ്ടിക്ക് മടി. ഞാനില്ലേ ആൽബിഡോയിൽ ചേർത്ത മുമ്പേ ഭയങ്കര എന്താ പറയുക, എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ പേടിയാണ് സംസാരിക്കാനെല്ലാം ആൾക്കാരോടെല്ലാം. ഇപ്പം കുറച്ച് എന്താ പറയുക, കുറേയെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ചും കൂടി മാറ്റം വരുത്തണം എന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. ടീച്ചർ ഓക്കെ ആക്കാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇടയിൽ ഇങ്ങനെ മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ നല്ല ആശ്വാസമാണ്. കാരണം നമുക്ക് സ്കൂളിലെ പോലെ തന്നെ കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം എന്താ പറയുക, ഇങ്ങനെ മീറ്റിങ്ങിലൂടെ നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങൾ ടീച്ചേഴ്സിനോട് കുട്ടി എങ്ങനെയാണ് അതെല്ലാം നമുക്ക് പാരൻസിനും ടീച്ചേഴ്സിനും ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് തോന്നലുണ്ട്. പിന്നില്ലേ ആൽബിഡോയിൽ നിങ്ങളെ കുട്ടികളെ നിങ്ങൾക്ക് ചേർത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഫസ്റ്റ് അഡ്മിഷൻ എടുക്കുന്ന 100 പേർക്ക് അവർ ചെറിയൊരു ഓഫറും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ ലേറ്റ് ആണ്ട ഇപ്പം തന്നെ അവരെ കോൺടാക്റ്റ് ചെയ്തോ. ഞാൻ വാട്സപ്പ് ലിങ്ക് കൊടുക്കുക. ലിങ്ക് ത്രൂ നിങ്ങൾ കയറിക്കോട്ടെ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫുൾ അവർ നിങ്ങൾക്ക് പറഞ്ഞുതരും. എന്തായാലും ലിങ്ക് വഴി കയറുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റിൽ. അപ്പം അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരുടെ വാട്സപ്പിലേക്ക് പോകും. ബാക്കിയുള്ള ഡൗട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾ അവരോട് ചോദിച്ചോട്ടാ. നമ്മൾ മക്കൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഇപ്പം കുട്ടികളുടെ പഠന കാര്യത്തിൽ വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആൽബിഡോ നിങ്ങൾക്ക്
എന്താ പറയുക പറ്റിയൊരു ഓപ്ഷനാണ് കേട്ടോ. എന്തായാലും ഇപ്പം തന്നെ കോണ്ടാക്ട് ചെയ്തോ. പിന്നില്ലേ ഞാൻ ബിരിയാണിക്കുള്ള ഓയിലെല്ലാം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ ഒരുപാട് വിശേഷങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വലിയ വീഡിയോ ആയിരിക്കുമേ, നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണുമെന്നൊക്കെ അറിയില്ല. എന്നാലും എൻ്റെ വീഡിയോ മാഷാഅല്ലാ എല്ലാവരും ഫുള്ളായിട്ട് കാണലുണ്ട്. ഭയങ്കര സന്തോഷമായിട്ട് തോന്നലുണ്ട്. നമുക്ക് മനസ്സിലാവും നമ്മൾ വീഡിയോസ് ഫുള്ളായിട്ട് കണ്ടിനോ ഇല്ലയോ എന്നെല്ലാം. അങ്ങനെ പിന്നില്ലേ ഞാൻ ബിരിയാണിയിലേക്കുള്ള ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബിരിയാണി മസാല നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഗീയും വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തു നിന്നില്ലേ അധിക വെളിച്ചം വരും. 2 ഗ്ലാസ് ഒരുമിച്ചായതുകൊണ്ട് തന്നെ ഭയങ്കര ഇങ്ങനെ എടുത്ത് കാണിക്കും വീഡിയോ ചെയ്യുമ്പം പ്രത്യേകിച്ചും. അതുകൊണ്ട് ഞാനതങ്ങനെ പൊട്ടിക്കൊടുത്തതാണ്. പിന്നില്ലേ ബിരിയാണി റെസിപ്പിയെല്ലാം ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ബിരിയാണി റെസിപ്പിയൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല. പക്ഷേ ഞാനിതിൽ ബീഫ് കുരുമുളക് ഇട്ടതിൻ്റെ റെസിപ്പി പറയുന്നുണ്ടേ. ഞാൻ ഉള്ളി ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബിരിയാണി റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ ബിരിയാണി റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്തതിനാൽ കിട്ടും. ഞാനിപ്പം തലശ്ശേരി ടൈപ്പിലുള്ള ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാം കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ബിരിയാണി മസാലയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഉള്ളിയും കാഷ്യൂനട്ടും കിസ്മിസും എല്ലാം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നില്ലേ ഇതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോസിന് തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് കണ്ടിട്ടുണ്ട്. അതിന് ഞാൻ വീഡിയോ ചെയ്യേറ്റ് എന്നെ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും ചോദിച്ചവരുണ്ട്. പിന്നെ ഞാൻ അധികം കണ്ണൂർ പൂക്കുണ്ട്. ഇപ്പം അധികം ബ്രദറും മിക്കും നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് ഇങ്ങനെ അധികം കണ്ണൂർ തന്നെയാണ് ഉണ്ടാവല്. അപ്പം എന്നോട് ചോദിക്കലുണ്ട് കണ്ടതിനാൽ വീഡിയോ കുറേ നാളായാലും ഇടാത്തതെന്നെല്ലാം ചോദിച്ചിട്ടുണ്ട്. അതിന് ഭയങ്കര സന്തോഷമാണ് നമ്മൾ വീഡിയോ ഇടാത്തതെല്ലാം ശ്രദ്ധിക്കാമെന്നെല്ലാം പറയുമ്പം. അങ്ങനെ പിന്നെ കുറച്ച് പേരെല്ലാം അറിയാം പക്ഷേ വരാൻ വേണ്ടിക്ക് മടിച്ചു നിന്നതാന്നെല്ലാം പറയുന്നവരുണ്ട്. നമ്മളെ കണ്ടിട്ട് അറിയാം പക്ഷേ മടിയാന്ന്. അങ്ങനെ പിന്നെന്താ നിങ്ങളെ എല്ലാവരെയും സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ അതിനിടയിലില്ലേ ഇതാ സ്പീഡിൽ എല്ലാ ഐറ്റംസും റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് വീഡിയോ എടുക്കാൻ അത്ര മൂടില്ലാണ്ട് വീഡിയോ എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു വീഡിയോ കളയണ്ടാലോ എന്ന് വിചാരിച്ചിട്ട്. കാര്യം പാർട്ടിക്കെല്ലാം അധികം ആൾക്കാർക്കും പാർട്ടി ഐഡിയാസ് ഭയങ്കര കാര്യമാണ്. കാര്യം പുതിയപ്പിളമാർക്കായാലും എല്ലാവർക്കും. ഇതിപ്പം ഞാനില്ലേ അണ്ടി കുതിർത്ത് വെച്ചിട്ടുണ്ട്. വേറൊന്നിനും അല്ല വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനിടയിൽ റൈസ് എടുത്ത് വെക്കുന്നുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഗസ്റ്റ് എല്ലാം വന്നാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റംസാണ് ഈ ഒരു ബിരിയാണി, ബീഫ് കുരുമുളകിട്ട് വരട്ടിയത്, വെജിറ്റബിൾ കുറുമ, അതുപോലെ തന്നെ സേമിയ കാരമൽ പായസം ഇല്ലേ അത്. ഇതെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ബിരിയാണി റെസിപ്പി എന്തായാലും ഞാനിതിൽ പറയുന്നില്ല. കാര്യം ഈ വീഡിയോ ഞാൻ ഫുൾ റെസിപ്പി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോ കൂടുതൽ ലെങ്തി ആയിപ്പോവും. കാര്യം ഒരുപാട് വിശേഷങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് ബിരിയാണി റെസിപ്പി മന്തി റെസിപ്പി എല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്തോ. അതുപോലെ തന്നെയില്ലേ ഞാനിക്ക പോകുന്നുള്ള വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യണമെന്നെല്ലാം വിചാരിച്ചതാണ്. അതിന് പിന്നെ ഒന്നിനും സമയം കിട്ടാത്ത പോലെ ആയിപ്പോയി. അങ്ങനെ പിന്നെന്താ ഞാൻ നെയ്ച്ചോറും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പം ബീഫ് കുരുമുളക് ഇട്ടതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. 1 കിലോ ബീഫ്, 2 ഉള്ളി, 2-3 തക്കാളി, 2 തക്കാളി മതിയാവും കേട്ടോ. 2 ഉള്ളി മീഡിയം സൈസിലെ 2 ഉള്ളി, 2 തക്കാളി. നിങ്ങൾ ഇതുപോലെ തന്നെ ബീഫ് കുരുമുളക് ഇട്ടത് ഉണ്ടാക്കി വെക്കണം. ഭയങ്കര ടേസ്റ്റാണ്. വീട് മൊത്തത്തിൽ നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണേ. ഞാൻ ഇതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അതിന് മുമ്പായിട്ടില്ലേ ഞാൻ പാനിൽ കുറച്ച് ഐറ്റംസ് വറുത്തെടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, കുരുമുളകും മല്ലിപ്പൊടിയാണ്. ഞാനിങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നത് ഇതിലെന്തോ മിസ്സിങ് ആണെന്നല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പാൻ എടുത്ത് അതിലേക്കില്ലേ 2.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഫെനൽ സീഡില്ലേ വലിയ ജീരകം പൊടിച്ചത്, അതൊരു 1/2 ടീസ്പൂണും കൂടി വേണേ. അത് ഞാൻ പൊടിച്ചത് എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് അവസാനം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം കൂടി വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, 1 ബൾബ് വെളുത്തുള്ളിയും 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും 3-4 പച്ചമുളകും, പിന്നെ കുറച്ച് ഗരം മസാല പൗഡറും ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. 7-8 വിസിൽ വരെ വേവിക്കാം.
അതിനിടയിൽ വെജിറ്റബിൾ കുറുമ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ബട്ടറാണ് ഒരു 50 അല്ലാന്നുണ്ടെങ്കിൽ 25 ഗ്രാമോ ബട്ടർ എടുക്കാം. എന്നിട്ടില്ലേ ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. വെളുത്തുള്ളിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ വാറ്റി കൊടുക്കുക. ഇതിൽ ഉള്ളി തക്കാളി ഐറ്റംസ് ഒന്നും വേണ്ട. ഞാനിപ്പോൾ ഇതാ കുറച്ച് ചെറിയ ബ്രസ്റ്റ് പീസ് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോയാബീൻ വെള്ളത്തിൽ കുതിർത്തത്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് വേവിച്ചത്, അതുപോലെ തന്നെ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളകും ഗരം മസാല പൗഡറും കൂടി ഇട്ടിട്ടില്ലേ വഴറ്റിയെടുക്കാം. എന്നിട്ടില്ലേ അടച്ച് വെച്ച് കുക്കാക്കിയെടുക്കാം. വേറെ ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കണ്ട. ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ ഒരു കുറുമ നിങ്ങൾ റെഡിയാക്കി നോക്ക്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഞാൻ വേവിക്കലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനിടയിലേ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നൂൽപുട്ടിനുള്ള ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. എന്താ പറയുക, നൂൽപുട്ട് റെഡിയാക്കാനുള്ള പാത്രവും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഉമ്മ റെഡിയാക്കി തന്നതാണ് കേട്ടോ. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിനിടയിൽ ഉമ്മ അപ്പുറത്തുനിന്ന് കിച്ചണും കാര്യങ്ങളെല്ലാം അറിയാലോ, ഈ പാർട്ടി ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ തന്നെ വീട് മൊത്തത്തിൽ എടുക്കലാണ്. പിന്നെ നൂൽപുട്ട് ഇങ്ങനെ റെഡിയാക്കാത്ത ഒരുപാട് പേര് ഉണ്ടാക്കുന്നതായിരിക്കും. എന്നാലും ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്ക്, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിക്ക്. നമുക്ക് പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യുമ്പം അടിപൊളിയായിരിക്കും. ഈ ഒരു കോംബോയിൽ അടിപൊളിയാണ്. ഈ ഇത്രയും ഐറ്റംസും കൂട്ടി കഴിക്കാൻ വേണ്ടിക്ക് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് പുതിയാപ്പിളമാർക്കായാലും പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റംസാണ് ഇതെല്ലാം. പിന്നെ ബിരിയാണിൻ്റെ റെസിപ്പി മാത്രമേ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാണ്ടുള്ളൂ. പിന്നെ എന്താ പറയുക, അങ്ങനെ നൂൽപുട്ടും കാര്യങ്ങളും എല്ലാം ഞാൻ സ്പീഡായിട്ട് റെഡിയാക്കി എടുക്കലാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പാർട്ടി കാര്യങ്ങളെല്ലാം വരുമ്പം അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കാണ്ടിരിക്കുമ്പോൾ ഭയങ്കര എന്തോ ഒരു മിസ്സിങ് ആണ്. കാര്യം ഞാൻ എന്താ പറയുക, ഈ വീഡിയോ എടുത്തതിൻ്റെ തലേദിവസം ഒരുപാട് ഒരുമിച്ച് എല്ലാവരും പാനിപ്പൂരി ഉണ്ടാക്കിയിട്ട് ഒരുമിച്ചിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിനി. അതിന് മുന്നത്തെ ദിവസം എന്താ പറയുക, അതിന് മുന്നത്തെ ദിവസം പുറത്താണ് ഉണ്ടായിട്ടുണ്ടായിന്. അതിൻ്റെ മുന്നത്തെ ദിവസം കുറേ ഐറ്റംസ് ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിന്. ഇങ്ങനെ ന്യൂഡിൽസും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, ഫ്രൈഡ് ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. എൻ്റെ വീഡിയോ ക്ലിപ്പ് ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ ജസ്റ്റ് കഴിക്കുന്ന ഭാഗങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിനെ. ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൊടുക്കാം. അങ്ങനെ പിന്നെ ഈ ഒരു വീഡിയോയും കൂടി കളയണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. എല്ലാം ഞാൻ സ്പീഡിൽ അങ്ങനെ ചെയ്തെടുത്തതാണ്. കാരണം എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാനിരിക്കില്ല ഇഷ്ടമുണ്ടാവുക. അതിനിടയിൽ വീഡിയോ എടുക്കുമ്പം കൂടുതൽ ടൈമാവും അങ്ങനെ. അപ്പോൾ ഇതാ ഞാൻ നൂൽപുട്ടെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമ്മളധികം ചിലപ്പം തേങ്ങ ഇട്ട് കൊടുക്കും ഉള്ളിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ഇടാണ്ട് ഇങ്ങനെ ക്യാരറ്റ് ഇട്ട് കൊടുക്കും. പിന്നെന്താ അതിനിടയിൽ ബിരിയാണി ദം ചെയ്തെടുക്കലാണ്. ഞാനില്ലേ ചിക്കൻ്റെ പീസ് വേറെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. കാര്യം 4 വിസിലായി പോയിട്ടുണ്ടായിന്. അപ്പം കൂടുതൽ വെന്തോലെ. ചിക്കൻ എപ്പോഴും 3 വിസിൽ മതിയാവും. ബിരിയാണി ദം ചെയ്യുവാന്നുണ്ടെങ്കിൽ 2 വിസിലും കുറച്ച് നേരം വെച്ചാൽ മതി അങ്ങനെ. അപ്പം ഞാൻ പാനിലേക്ക് വേറെ തന്നെ മാറ്റിയെടുത്തതാണ്. എന്നിട്ട് മസാല വറ്റിച്ചെടുത്തതാണ്. മസാല എപ്പോഴും വറ്റിച്ചെടുത്ത് കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാം. അങ്ങനെ സ്പീഡിൽ ദം ചെയ്യലും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിനെ. ഞാൻ ഉണ്ടാക്കിയോണ്ടും അറിയുന്നില്ല, ഭയങ്കര അടിപൊളിയാണ്. എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിന് ഭയങ്കര ടേസ്റ്റ്. കാര്യം വീട് ആ ഒരു കുരുമുളകിൻ്റെ ഇതിലെ ഭയങ്കര നല്ലൊരു അത് വറുത്തോണ്ട് തന്നെയില്ലേ നല്ലൊരു സ്മെല്ലാണ് ഉണ്ടായിട്ടുണ്ടായിന്. അതിനിടയിൽ നമ്മുടെ നൂൽപുട്ടും കാര്യങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ട്രിപ്പ് അങ്ങനെ ഇട്ട് കൊടുക്കലാണ്. അതിനിടയിൽ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടായിന്. അവർക്ക് ഫോട്ടോ എടുക്കണം, ബർത്ത്ഡേ ആണെന്നെല്ലാം പറഞ്ഞിട്ട് അധികം വീട്ടിൻ്റെ മുറ്റത്ത് കുട്ടികളുണ്ടാവും ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിക്ക്. കുറേ പെൺകുട്ടികൾ അങ്ങനെ വന്നതാന്ന് വരെ ബർത്ത്ഡേ ആണെന്നെല്ലാം പറഞ്ഞിട്ട്. എന്താ പറയുക, ഞാൻ ഒക്കെയും പറയലാന്ന്, നമ്മളാണ് ഫോട്ടോസ് എടുക്കൽ കുറവ്. കാര്യം അധികം ചെടികളുണ്ടായോണ്ടാന്ന് തോന്നുന്നു കുറേ കുട്ടികൾ വരും ആ ഗാർഡനിൽ ഇരുന്നിട്ട് പല രീതിയിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിക്ക് അങ്ങനെ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. പിന്നില്ലേ അതിനിടയിലേ നമ്മുടെ വെജീസ് എല്ലാം വെന്ത് വന്നേരം ഞാൻ അതിലേക്കില്ലേ 1.5 കപ്പോളം ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 15 കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ച് വെച്ചതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്പ്രിംഗ് ഓണിയനും കസൂരി മെത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. കസൂരി മെത്തി ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും ഉണ്ടാവാം, നല്ല രസമായിരിക്കും അങ്ങനെ കഴിക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ കുറച്ച് ലൂസാക്കുന്നുണ്ട്. കാര്യം കാഷ്യൂനട്ട് ഒഴിക്കുമ്പം കുറച്ചുകൂടി തിക്കാവില്ല ഒന്ന് തിളപ്പിക്കുമ്പം. അങ്ങനെ വെജീസ് വന്ന ശേഷം വന്നിട്ട് ആ ഫ്രഷ് ക്രീമും കാഷ്യൂനട്ടും മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുന്നേ. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നില്ല. തേങ്ങാപ്പാലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാ ഞാൻ വലുതായിട്ട് കട്ടാക്കിയ സ്പ്രിംഗ് ഓണിയനും ഒരു ഭംഗിക്ക് വേണ്ടിക്ക് കുറച്ച് കസൂരി മെത്തി ഒന്ന് കൈയോട് പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ആയിക്കഴിഞ്ഞാൽ അതും കൂടി ആയിട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ റെഡിയാവും. അതിനിടയിൽ കാരമൽ സെമിയ പായസം ഞാൻ റെഡിയാക്കുന്നുണ്ട്. പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടില്ലേ, അത് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിനെ. എന്നിട്ട് അതിലേക്ക് ബീഫാണ്, വേറൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. കുക്കറിൽ വേവിച്ച ബീഫില്ല, അതിലേക്ക് അങ്ങനെ തന്നെ ഈ ചീനച്ചട്ടിയിലേക്ക് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിന്. എന്നിട്ടൊന്ന് വെള്ളം പറ്റിച്ചെടുക്കുകയാണ്, ഒന്ന് കറുപ്പിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിന്. അതിനിടയിൽ നമ്മുടെ ഷുഗർ കാരമലായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കും. എന്നിട്ട് സേമിയ സാദാ അങ്ങനെ ഇട്ട് കൊടുക്കലാണ്. മധുരം ഇവിടെ ആർക്കും വലിയ നിർബന്ധമൊന്നുമില്ല. കാര്യം ഒക്കെ ആയാലും എന്താ പറയുക, എൻ്റെ ബ്രദറായാലും ഉപ്പിയായാലും മധുരം ഇഷ്ടം കുറവാന്ന് ഒരിക്കലും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പഞ്ചസാര അങ്ങനെ കാരമലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ട്. അതിനായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ട്. അതിന് മധുരവും ഉപ്പും എല്ലാവർക്കും കുറവ് മതി അങ്ങനെ. അപ്പം ഇതിലേക്ക് പാലൊഴിച്ച് കൊടുത്തു, സേമിയ ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഇതിലും നല്ല കളറിൽ കിട്ടണമെന്നുണ്ടെങ്കിലില്ലേ, നിങ്ങൾ എന്തായാലും കുറച്ചധികം പഞ്ചസാരയിൽ തന്നെ ചെയ്തെടുക്കട്ടെ, എന്നാലും നല്ലൊരു കളർ കിട്ടും അങ്ങനെ. പിന്നെ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാ ഒരു ടേബിൾ സ്പൂണോളം ഗീയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാഷ്യൂനട്ടൊന്നും വറുത്തൊഴിച്ച് കൊടുത്തിട്ടില്ല, ഗീ മാത്രമാണ് ഒഴിച്ച് കൊടുത്തത് അങ്ങനെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗീയിൽ കാഷ്യൂനട്ടും കിസ്മിസ് എല്ലാം വറുത്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാരമൽ പായസം കൂടി റെഡി ആയിട്ട് വരുവേ. ഞാനിതെല്ലാം സ്പീഡിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ കാണിക്കാണ്ടെന്നേ. അപ്പോൾ ഇതാ എല്ലാം ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾ കുറുമ, അതുപോലെ തന്നെ പായസം, പിന്നെ ഇതാ ബീഫ് കുരുമുളക് ഇട്ടത് നിങ്ങളിങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കാം. അതുപോലെ തന്നെ നൂൽപുട്ട്, ബിരിയാണി ഞാനെല്ലാം സെർവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെ തന്നെ സെർവ് ചെയ്യാന്ന് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോലാണ് ജസ്റ്റ് ഒരു വീഡിയോ അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. ഇനിയിപ്പില്ലേ UK പോയ വിശേഷങ്ങൾ ഷെയർ ആക്കാം. ഈ ഒരു വീഡിയോയിലില്ലേ, ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടില്ലേ, അതിൻ്റെ പിറ്റേ ദിവസം ഒന്നൊക്കെ പോയിട്ടുണ്ടായിനി. അങ്ങനെ എനിക്ക് അയച്ചു തന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം ഒന്നേ അത് ഞാൻ അന്നേ വീഡിയോ ആയിട്ടെല്ലാം ഷെയർ ആക്കണമെന്നെല്ലാം വിചാരിച്ചതാണ്. പിന്നെ എന്തെല്ലോ തിരക്കെല്ലാം ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെ ലേറ്റായി. അപ്പം എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിക്കലുണ്ട്, എന്താ വീഡിയോ ലേറ്റായി അങ്ങനെ. ചിലപ്പോൾ എല്ലാം പറയും മടി പിടിച്ചിട്ടല്ലേ എന്ന്. അല്ല കേട്ടാ, ഇങ്ങനെ ഓരോരോ തിരക്കിലെല്ലാം ആവുമ്പില്ലേ വീഡിയോസ് ചെയ്യാൻ വിട്ടു വന്നതാണ് അങ്ങനെയൊക്കെ അയച്ചെന്ന കുറച്ച് ഭാഗങ്ങളെല്ലാം ഒന്ന് ഞാനിപ്പം നിങ്ങൾക്ക് ഷെയർ ആക്കിയേ. ഇനിയിപ്പം ബ്രദർ വന്ന വിശേഷങ്ങൾ ഷെയർ ആക്കാം. പിന്നെ അങ്ങനെ ഒരാഴ്ചത്തേക്ക് അങ്ങനെ വന്നതാണേ, പെട്ടെന്ന് അങ്ങനെ വന്നതാണ്. അപ്പം നമ്മളെല്ലാവരും അധികം പുറത്ത് തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിന്. പുറത്തുനിന്ന് ഫുഡ് കഴിക്കലും ഇങ്ങനെ പ്രകൃതിയെല്ലാം ആസ്വദിക്കാന്നെല്ലാം പറയൂലേ, അങ്ങനെ നമ്മൾ താമരക്കുളത്തിലേക്കെല്ലാം പോയിട്ടുണ്ടായിന്. ഓരോരോ ദിവസം ഓരോരോ സ്ഥലത്ത് അങ്ങനെ പോവും. ഞാനെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇതൊന്നും ഷൂട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നൈസ മൻഹയോ അങ്ങനെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ ഞാൻ എടുത്തതാണ്. അവരോട് ചോദിച്ചിട്ട് വാങ്ങിയതാണ്. എൻ്റെ ഫോണിൽ അങ്ങനെ ഷൂട്ട് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെ കണ്ണൂർ തന്നെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ അങ്ങനെ പോയതാണ്. പിന്നെ കല്യാണം ഉണ്ടായിട്ടുണ്ടായിനി, കല്യാണത്തിന് പോയി. അന്നേരം കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ ഷൂട്ട് ചെയ്ത് അങ്ങനെ ഈ ഒരു 10 ദിവസം നല്ല തിരക്കിലേക്ക് കൂടിയാണ് പോയിക്കൊണ്ടുണ്ടായിനി. പിന്നെ അടുത്ത ഈ ഒരു മാസം ഫുൾ നല്ല തിരക്കിൽ തന്നെ ആയിരിക്കും ഇൻഷാ അല്ലാഹ് ഉണ്ടാവുക. ഈ ഒരു കല്യാണത്തിന് പോയിട്ട് വന്ന് രാത്രി അങ്ങനെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇത്. ഓരോരോ ഭാഗങ്ങൾ ജസ്റ്റ് ഷൂട്ട് ചെയ്യാമെന്നല്ലാണ്ട് എനിക്ക് ഒരു കൃത്യമായിട്ടൊരു വ്ളോഗ് ചെയ്യാനുള്ളൊരു മൂഡ് ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് വ്ളോഗും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടെന്ന്. പിന്നെ എന്നെ കുറേ നാളെ ആഗ്രഹിക്കുന്നതാണ് ആ ഒരു ആമ്പൽപ്പാടല്ലേ ഇവിടെ പോകണമെന്ന്. നമ്മുടെ നാട്ടിലായിട്ട് നമ്മൾക്കിത് പോയിട്ടില്ല. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ദിവസം അങ്ങനെ രാവിലെ പോലാന്നേ, ഞാനും ഉമ്മ ഉപ്പ ബ്രദർ ഇക്ക അങ്ങനെ എല്ലാവരും കൂടിയിട്ട്. നമ്മളെ നാട് കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ഇക്ക എപ്പോഴും പറയും, എവിടെ പോയിട്ട് വന്നാലും പറയും നമ്മളെ നാടിൻ്റെ ഭംഗിയൊന്നും എവിടെയും ഇല്ലയെന്ന്. ഇതിപ്പം രാവിലെ നമ്മൾ ഇറങ്ങിയതാണ്. രാവിലെ കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ.
ആ ഒരു പച്ചപ്പും കാര്യങ്ങളെല്ലാം നമുക്ക് കൂടുതൽ ഇഷ്ടം. എന്താ പറയുക, ഓരോരോ ആൾക്കാർക്ക് ഓരോരോ ഇഷ്ടങ്ങളായിരിക്കില്ലേ. ഞങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പുറത്ത് പോവുക, ഷോപ്പ് ചെയ്യുക, അതിലും കൂടുതൽ ഇങ്ങനെ പ്രകൃതി കാണാം, അങ്ങനത്തെ ഇതെല്ലാം എനിക്കായാലും എൻ്റെ ബ്രദറിനായാലും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ പോയ ദിവസമൊന്ന് ഭയങ്കര ഫീലാണ്. എന്താ പറയുക, ആ ഒരിളം തണുപ്പും കാര്യങ്ങളെല്ലാം ആയിട്ട് മാഷാ അല്ലാഹ് എന്തൊരു അടിപൊളിയാണെന്നറിയോ. അത് നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഏഴവും തളിപ്പറമ്പ് ആ ഒരു ഭാഗമെല്ലാം ഭയങ്കര നല്ല രസമാണ് കാണാൻ വേണ്ടിക്ക്. പിന്നെ കഴിഞ്ഞ വർഷം കുറേ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ആ ഒരു ആമ്പൽപ്പാടത്തിലേക്ക് പോകണമെന്ന്. അങ്ങനെ എന്നെയൊന്ന് പറയലെന്ന് അറിയില്ല, കറക്റ്റ് ഞാൻ ബോർഡ് വായിച്ചിട്ട് പറഞ്ഞുതരാം. പോകണമെന്ന്, ആമ്പൽപ്പാടത്തിലേക്ക് പോകണമെന്ന് അങ്ങനെ പോയതാണേ. ഇപ്പം സീസണൊന്നും അറിയില്ല, പക്ഷേ കുറേ ആൾക്കാരെല്ലാം ഉണ്ടായിട്ടുണ്ടായിനി. നിങ്ങൾ പോയിക്കോട്ടെ, നല്ലൊരു ഫീലാണ്. കുറേ ആമ്പലും, നമ്മൾ താമരാന്ന് പറയല്, കുറേ ആമ്പലും കാര്യങ്ങളെല്ലാം ആയിട്ട് എന്തൊരു രസമെന്നറിയോ. ഈ വീഡിയോയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഭംഗി കാണുന്നില്ല. ഞാൻ എത്ര ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് വൃത്തിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ തോണിയിലെല്ലാം കയറി നേരിട്ടാണ് നല്ല രസമുണ്ട്. പോകാത്തൊരു പോയി നോക്ക്. അങ്ങനെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ രാവിലെ പോണേ, രാവിലെ ഒരു 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങാം. എന്നിട്ട് രാവിലെ പോകുന്ന ഒരു നല്ലൊരു ഫീൽ ഉണ്ടാവുക. ആ ഒരു ഇളം തണുപ്പും കാര്യങ്ങളെല്ലാം ആയിട്ട് അടിപൊളിയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായിനി. മനസ്സ് കണ്ടെന്നറിയാമെന്നെല്ലാം പറയില്ലേ, അങ്ങനത്തെ. എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അത്രയും അടിപൊളി ദിവസങ്ങളിലേക്ക് കൂടി കടന്നുപോയ നിമിഷങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായിനി ലൈഫിൽ. ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. എന്തൊരു അടിപൊളി എന്നറിയോ കാണാൻ വേണ്ടിക്ക്. നിങ്ങൾക്ക് ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ദിവസം പോയി നോക്കാം, ഫാമിലിൻ്റെ കൂടെ പോയി നോക്കാം. അങ്ങനെ എന്നിട്ട് അവിടെ നിന്നില്ല, തളിപ്പറമ്പാണ് ഇത്. തളിപ്പറമ്പനുള്ള ഒരു ഫുഡ്, ഒരടിപൊളി ഫുഡെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ നാളെ ഈ വീഡിയോസ് കാണുന്നു ഞാൻ. അവിടെയും നമ്മൾ പോയി ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ ഇനി നമ്മൾ ഫുഡ് എന്താ പറയുക, തളിപ്പറമ്പന് അടിപൊളി ഫുഡ് ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിനി. അപ്പോൾ അവിടത്തേക്ക് പോയി അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ആദ്യം വീഡിയോസിൽ കമൻസ് നമ്മൾ നോക്കൂല. ഇന്നലെ കുറച്ച് ബാഡ് കമൻ്റ് എല്ലാം കണ്ടവരെ പോകണ്ടെന്ന് വിചാരിച്ചതാണേ. ബാഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അത്ര പോരാന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷേ ഇല്ലേ, നമ്മളെന്നിട്ട് പറഞ്ഞ് ചിലരെ അങ്ങനെ ഇടുന്നതായിരിക്കും, ചിലർക്ക് പ്രൈസ് കൂടിക്കഴിഞ്ഞാലെല്ലാം മോശമെന്നെല്ലാം പറയൂലേ, അങ്ങനെ പറഞ്ഞതായിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ പോയിട്ട് കഴിച്ചൊരു അടിപൊളി മാഷാ അല്ലാഹ് എന്തൊരു ടേസ്റ്റ് എന്നറിയോ. എന്തായാലും പോയി നോക്കണം. ഞാൻ താഴെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ ഇവരെ ഷോപ്പിലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.